ഡി സി മീഡിയ മലയാളം ചേട്ടാ, ബിരിയാണിയൊക്കെ ശോകമാണല്ലോ. എന്റെ പൊന്നു മോനെ, അതുകൊണ്ടായിരിക്കും കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ബിരിയാണി വെക്കുന്ന ക്ലൗഡ് കിച്ചൺ ഞങ്ങളുടെ ആയതല്ലേ. നീക്ക് ഇവിടുന്ന് വരുന്നടാ? ഏ? മൃണാൾ ബ്ലോഗ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതായത് നാട്ടിലുള്ള എല്ലാ ഹോട്ടലുകളിലും പോയിട്ട് അവിടെ ഉള്ളവരെ പുച്ഛിക്കുന്ന മഹാനായിട്ടുള്ള വ്യക്തിയാണ് ഈ മൃണാൾ എന്ന് പറയുന്നത്. ഇയാൾ സ്വന്തമായിട്ടൊരു ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ഹംഗ്രി മൃണാൾ എന്ന് പറയുന്നത്. എന്നാൽ ആ ഹോട്ടലിനെ ചുറ്റിപ്പറ്റിയിട്ട് ഒരുപാട് വിവാദങ്ങൾ ഈ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതായത് അവിടെ പോയി ഭക്ഷണം കഴിച്ചിട്ട് അവർക്കുണ്ടായ അനുഭവങ്ങൾ പലരും സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. നമ്മളെല്ലാവരും അതെടുത്ത് വെച്ചിട്ട് റിയാക്ട് ചെയ്തതാണ്. എന്നാൽ ഈ റിയാക്ഷനൊക്കെ വന്നതിൻ്റെ പുറകെ ഇയാളുടെ ഭാഗത്ത് നിന്ന് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടായിരുന്നു. വീണ്ടും വളരെ പുച്ഛത്തോടെ കൂടിയിട്ടാണ് ഇയാൾ വന്നിരുന്ന് സംസാരിക്കുന്നത്. അതായത് അയാളുടെ ഹോട്ടലിൽ വന്ന് കഴിച്ചിട്ട് കുറ്റം പറഞ്ഞിട്ട് പോയവരെല്ലാവരും ലൂസേഴ്സ് ആണെന്നുള്ള രീതിയിലാണ് ഇയാൾ വന്നിരുന്ന് സംസാരിക്കുന്നത്. ഇതുപോലെ അഹങ്കാരം തലയ്ക്ക് പിടിച്ച ഒരുത്തനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല, പ്രത്യേകിച്ച് ഈ ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഈ ഒരു ഫീൽഡിൽ. ഇയാൾ സ്വന്തമായിട്ട് ചിന്തിക്കുവാണ് ഇയാൾ എന്തോ ഒരു ഭയങ്കര സംഭവമാണ്, ഇയാളുടെയാണ് നമ്മുടെ രാജ്യത്തിലുള്ള എല്ലാ 7 സ്റ്റാർ ഹോട്ടലും 5 സ്റ്റാർ ഹോട്ടലും ഇയാളാണ് അതിൻ്റെ ഉടമസ്ഥൻ എന്നുള്ള രീതിയിലാണ് ഇയാളുടെ സംസാരവും പാശം പടുതിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവനെയൊക്കെ ആരുടെ പോയി ഫോളോ ചെയ്യുന്നത്? എന്തിനാണ് ഇവൻ്റെയൊക്കെ വീഡിയോ പോയി കാണുന്നത്? നിങ്ങളെയൊക്കെ വേണം പറയാനുള്ള കാര്യങ്ങൾ പറയാമല്ലോ. എന്തായാലും നമുക്ക് മൃണാലിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ഒന്ന് കാണാം. ഡി സി മീഡിയ മലയാളം ചേട്ടാ, ബിരിയാണിയൊക്കെ ശോകമാണല്ലോ. എന്റെ പൊന്നു മോനെ, അതുകൊണ്ടായിരിക്കും കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ബിരിയാണി വെക്കുന്ന ക്ലൗഡ് കിച്ചൺ ഞങ്ങളുടെ ആയതല്ലേ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബിരിയാണി വിൽക്കുന്ന ക്ലൗഡ് കിച്ചൺ ഞങ്ങളുടേതാണെന്ന് അയാളുടെ ഒരു അരഗൻ്റ് ആയിട്ടുള്ളൊരു സംസാരം കണ്ടില്ലേ? അതായത് വളരെ മാന്യമായിട്ടാണ് ചോദിച്ചത്, ചേട്ടാ ബിരിയാണിയൊക്കെ ശോകമാണല്ലോ എന്ന്. അപ്പോഴും അയാളുടെ റിപ്ലൈ നിങ്ങൾ ശ്രദ്ധിച്ചോ? അയാളുടെ സംസാര രീതി നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇവനെ പോലെ ഉള്ളവന്മാരെയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ കുറേ എണ്ണം തലേ ചുമന്നുകൊണ്ട് നടക്കുന്നത്. ഇയാൾ നാട്ടിലുള്ള ഹോട്ടലുകളിൽ പോയിട്ട് മുഴുവൻ കുറ്റം പറഞ്ഞിട്ടുണ്ട്. അവിടെയുള്ള ഒരു മനുഷ്യരെങ്കിലും വന്നിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇയാൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വന്നിരുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടോ? ഇയാളുടെ ഹോട്ടലിനെ പറ്റിയിട്ട് എന്തെങ്കിലും ചെറിയൊരു കാര്യം പറയുമ്പം അത് ഇയാൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇവനൊക്കെ എവിടുത്തെ ഇൻഫ്ലുവൻസർ ആടാ ഇവനൊക്കെ? നീക്ക് ഇവിടുന്ന് വരുന്നടാ? സി, ദർ ആർ ഓൺലി 3 പോസിബിലിറ്റീസ്. ഒന്നുകിൽ നീ ആ ഭാഗത്ത് വന്നിട്ടില്ല, നിനക്ക് ആ ബിരിയാണി എന്താണെന്ന് അറിയില്ല, നീ അത് കണ്ടിട്ടില്ല. തൻ്റെ ഹോട്ടലിൽ വന്ന് കഴിച്ച ആൾക്കാരുടെ അനുഭവമായിരുന്നു കുറച്ച് ദിവസത്തിന് മുന്നേ നമ്മൾ കേട്ടതും കണ്ടതും അല്ലേ? കുറേ പേര് അത് വ്ളോഗായിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിനെപ്പറ്റി തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ആ കമൻറ്റ് ഇട്ട പുള്ളിക്കാരനെ അങ്ങ് വിട്ടേരെ. മേ ബി തൻ്റെ ഹോട്ടലിൽ വന്ന് കാണത്തില്ല, ആ ആഹാരവും കഴിച്ച് കാണത്തില്ലായിരിക്കാം. പക്ഷേ ഈ ആഹാരം കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞവരെ പറ്റിയിട്ട് തനിക്ക് എന്താ പറയാനുള്ളത്? എന്നിട്ട് പറയുന്ന ഡയലോഗ് കണ്ടില്ലേ? ഇതുപോലെ ഒരു ഉളുപ്പുമില്ലാത്ത ഒരു മനുഷ്യനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ നീ വാങ്ങിയ ബിരിയാണി ഓൺലൈനിലോ മറ്റോ ആയിരിക്കും. അത് കുറേ നേരം എവിടെയെങ്കിലും വെക്കുക എന്തെങ്കിലും ചെയ്തിട്ട് അത് മോശമായതിനു ശേഷമായിരിക്കും നീ കഴിച്ചിട്ടുണ്ടാവുക. അതും അല്ലെങ്കിൽ നിനക്ക് ബിരിയാണി എന്താണെന്ന് അറിയില്ല. ഓക്കെ, അവിടെ കഴിക്കാൻ വന്ന സമയത്ത് ബിരിയാണിക്കകത്ത് നിന്ന് ഈച്ച കിട്ടിയ വീഡിയോ നമ്മൾ കണ്ടതാണ്. ഓക്കെ, അതിന് ഇയാൾ കൊടുക്കുന്നൊരു മറുപടിയൊക്കെ ഉണ്ട്, അതിനകത്തോട്ട് വരാം. എന്തായാലും ബാക്കിയോടെ കാണാം. ബിരിയാണി കൊള്ളാം, എനിക്ക് അധികം മസാല ഇഷ്ടമല്ലാത്ത ആളാണ്. റിതിൻ, ബിരിയാണിയിൽ അധികം മസാല ഇല്ല. അധികം മസാല ഉള്ളൊരു സാധനം ബിരിയാണി എന്ന് പറഞ്ഞ് ആരെങ്കിലും നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ അയാൾ നിങ്ങളെ പറ്റിക്കുകയാണ്. അല്ലെങ്കിൽ അയാൾക്ക് ബിരിയാണി എന്താണെന്ന് അറിയില്ല. അതല്ലെങ്കിൽ അയാൾ വളരെ മോശം ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് ആ മസാല വെച്ചിട്ട് ആ ഇൻഗ്രീഡിയൻസിന്റെ ലോ ക്വാളിറ്റിനെ മാസ്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. എന്തായാലും അത് കള്ളത്തരാണ് ഏത് നിലക്ക് നോക്കിയാലും. ബിരിയാണിയിൽ എങ്ങനെ അധികം മസാല ഉണ്ടാവുക? പേർഷ്യയിൽ ഉണ്ടാക്കിയ സാധനമല്ല ബിരിയാണി. അത് കഴിഞ്ഞിട്ട് അറബികൾ അതിനെ മലബാറിലേക്ക് കൊണ്ടുവന്നു. മലബാറിലായാലും മുളക് പൊടിയൊന്നും നമ്മുടെ അല്ല. അന്നത്തെ കാലത്ത് മുളക് പൊടി നമ്മൾ മലബാറിലെ സാധനമല്ല. എവിടെയാണ് മുളക് പൊടിയുള്ളത് മലബാറിൽ? അന്നത്തെ കാലത്ത് നമ്മുടെ കയ്യിൽ ആകെ എന്താ ഉണ്ടായിരുന്നത്? തിരുവാതിര, ഞാറ്റുവേലയും കുരുമുളകും അല്ലേ ഉണ്ടായിരുന്നേ. എങ്ങനെയാണ് മസാല ഉണ്ടാക്കിയത് നമ്മള് അന്നത്തെ കാലത്ത്? ഉള്ളിയില്ല അന്നത്തെ കാലത്ത് കേരളത്തില്. ഉള്ളിയില്ല, മുളക് പൊടിയില്ല, പിന്നെ എങ്ങനെ എവിടെ നീ മുദ്രാവാക്യം വിളിക്കുന്ന പോലെ ആയിപ്പോവും ചില സമയത്ത്. എത്ര ഹോട്ടലുകളിൽ ചെന്ന് ഒരു ഉളുപ്പുമില്ലാതെ അവിടെ നിന്ന് ആഹാരവും കഴിച്ചിട്ട് അവിടെ ഉള്ളവരെ കുറ്റം പറഞ്ഞ് ഇയാൾ വീഡിയോ ഇട്ടേക്കുന്നത്. അന്നേരം ഇയാൾ ഈ പറയുന്ന സാഹിത്യമൊക്കെ ഇയാൾ അന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ? എടോ, തനിക്ക് സത്യം പറഞ്ഞ നാണോ മാനോ ഉണ്ടോ? നമ്മൾ എത്രത്തോളം താഴ്ന്ന്, നമ്മൾ എത്രത്തോളം ഡൗൺ ടു എർത്ത് ആവുന്നു എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ലൈഫിൽ മുന്നേറാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ഈ കാണിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, ഞാനാണ് ഏറ്റവും വലുത്, എന്നെ വെച്ചേച്ച് ആരുമില്ല എന്നുള്ളൊരു ചിന്താഗതി ഇയാളെ ലൈഫിൽ ഇയാൾ ഒരു കാരണവശാലും രക്ഷപ്പെടത്തില്ല. അഥവാ രക്ഷപ്പെട്ട് കഴിഞ്ഞാലും ഇതിനൊക്കെ ഉള്ളൊരു മറുപടി തൻ്റെയൊക്കെ ലൈഫിൽ തീർച്ചയായിട്ടും കിട്ടും. ഒന്ന് ആലോചിച്ച് നോക്ക്, തൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് വളരെ മാന്യമായിട്ട് കമൻ്റ് ഇട്ട് ഓരോ ആൾക്കാർ ചോദിക്കുമ്പം പോലും തൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് താനൊന്ന് നോക്ക്. അതിൽ സർ ഒരു എവിടെ, അയ്യോ പോയാ,
സർ ഒരു മോശം റിവ്യൂ കണ്ടു താങ്കളുടെ റെസ്റ്റോറൻറ്റിനെ കുറിച്ച്. ഇനി കമന്റ്സ് ഓൺ ദാറ്റ്. വി ഡോണ്ട് ഹാവ് ടൈം ഫോർ ലൂസേഴ്സ്. നമുക്ക് ഇഷ്ടംപോലെ വേറെ പണിയുണ്ട്. ബെറ്റർ യു കോൾ യുവർ സെൽഫ് ആസ് എ ലൂസർ. നിങ്ങളുടെ കടയിൽ വന്നിട്ട് കഴിച്ചതിൻ്റെ അനുഭവം ഷെയർ ചെയ്ത ആൾക്കാർ ഉൾപ്പെടെയാണ് നിങ്ങൾ ലൂസേഴ്സ് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പം നിങ്ങളെ എന്ത് പേരിട്ടാണ് ഞങ്ങളെല്ലാവരും വിളിക്കേണ്ടത്? നാട്ടിലുള്ള എല്ലായിടത്തും ചെന്നിരുന്ന് വെട്ടി വിഴുങ്ങിയിട്ട് നമ്മൾ പിന്നെ എന്ത് പേരാണ് നിങ്ങളെ വിളിക്കേണ്ടത്? കൃഷ്ണേന്ദു, ഹായ്. സുധീർ, സുഖം. Avanis blog, have you seen the recent video regarding your Hungry Mrinal cleanliness? എന്തിന് ഹംഗ്രി മൃണാളിന്റെ ക്ലെൻലിനെസ് എന്താണെന്ന് എനിക്കറിയില്ലേ. അത് വേറൊരാളുടെ വീഡിയോ കണ്ടിട്ടാണോ ഞാൻ മനസ്സിലാക്കാൻ. സിനി, താങ്കളുടെ ഹോട്ടലിൽ പഴയ പോലെ വേറെ ഹോട്ടലിൽ പോയി ചെയ്യുന്ന പോലെ റിവ്യൂ ചെയ്യണം. ഒരു കമൻറ്റ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അതായത് ബാക്കിയുള്ള ഹോട്ടലുകളിൽ പോയി റിവ്യൂ ചെയ്യുന്നത് പോലെ താങ്കളുടെ സ്വന്തം ഹോട്ടൽ റിവ്യൂ ചെയ്യണം എന്നാണ് ചോദിച്ചത്. ഇയാൾ ആ ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയിട്ടും ആ കമൻ്റ് ഇട്ട രീതിയാണ് ഇയാൾ കുറ്റപ്പെടുത്താൻ പോകുന്നത്. കരഞ്ഞു പോകും. താങ്കളുടെ ഹോട്ടലിൽ പഴയ പോലെ വേറെ ഹോട്ടലിൽ പോയി ചെയ്യുന്ന പോലെ റിവ്യൂ ചെയ്യണം. കരഞ്ഞു പോകും. ആര് കരഞ്ഞു പോകും? ഞാനോ? എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതായത് വളരെ ബുദ്ധിപരമായിട്ടുള്ള എന്തെങ്കിലും മെസ്സേജ് കൺവേ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അത് മനസ്സിലാവില്ല. കുത്ത്, കോമ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇത് പിടിയിട്ടുള്ളൂ എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. കുത്തും കോമയും ക്വസ്റ്റ്യൻ മാർക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇയാൾക്ക് മനസ്സിലാവത്തുള്ളൂ, അല്ലെങ്കിൽ ഈ ഒരു മഹാവ്യക്തിക്ക് മനസ്സിലാവത്തില്ല. എന്തോന്നാണ് ഇതൊക്കെ? ഇവനെയൊക്കെ എന്തോ നമ്മളിരുന്ന് വന്ന് പറയേണ്ടത്? നിങ്ങളൊക്കെ നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്തിട്ടാണ് ഇയാളുടെയൊക്കെ വീഡിയോ പോയിരുന്ന് കാണുന്നത്. ഉള്ള കാര്യങ്ങൾ പറയാമല്ലോ. ശരിക്കും പട്ടി വിലയാണ് നാട്ടിലുള്ളവർക്ക് ഇയാൾ കൊടുക്കുന്നത്. എങ്ങനെ ഇയാൾക്കൊക്കെ ഇത്ര സബ്സ്ക്രൈബേഴ്സ് കയറിയെന്ന് ഞാനിരുന്ന് ആലോചിക്കുന്നത്. സോക്കർ ഓഫ് UK, ഈച്ച ശല്യമാണ് ചേട്ടൻ്റെ റെസ്റ്റോറൻറ്റിൽ. അതിനാദ്യം എന്തെങ്കിലും ചെയ്യുമോ? എൻ്റെ റെസ്റ്റോറൻറ്റിൽ ഞാൻ 3 ദിവസം മുമ്പ് പോയതാണ്. അവിടെ ഒരു ഈച്ച ശല്യമില്ല. ഇത് എന്താണ് നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്നത്? കൊച്ചിയിൽ ഏതൊരു റെസ്റ്റോറൻറ്റിലും കാണുന്ന അത്രയും ഈച്ചയോ അതിൽ കുറവോ മാത്രമേ അവിടെയുള്ളൂ. അവിടെ വളരെ റെഗുലറായിട്ട് പെസ്റ്റ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. എവിടുന്നെങ്കിലും എന്തെങ്കിലും കേട്ടിട്ട് അത് വിളിച്ചു പറയാൻ, ഐ മീൻ, ഹാവ് യു ബീൻ ദേർ? നിങ്ങൾ അവിടെ വന്നിട്ടുണ്ടോ? നിങ്ങൾ ആ സ്ഥലം കണ്ടിട്ടുണ്ടോ? എവിടുന്ന് വരിക? ആരാ? ഈച്ചയെ പറ്റി ചോദിച്ചപ്പം ഇയാളുടെ മറുപടി നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. അതായത് ഇയാളുടെ ഹോട്ടലിൽ ഈച്ചയോ കാര്യങ്ങളോ ഒന്നുമില്ല, എല്ലായിടത്തും ഉള്ളതുപോലെയൊക്കെ ഉള്ളെന്ന് ഇയാളുടെ വായും കൊണ്ട് തന്നെ പറയുന്ന ഒരു വീഡിയോ ഞാൻ കാണിക്കാം. ഈച്ച എടുത്തോണ്ട് വന്ന തോന്നി. ഇന്ന് ഈച്ച കൂടുതലാണല്ലോ. ഞാൻ പറയുന്നത് ശരിയല്ല. ധർമ്മജം പറയുന്ന ഡയലോഗ് ഓർമ്മ. ഈച്ച ഞാൻ വളർത്തുന്ന ഈച്ച മൈബോസിന് ധർമ്മം പറഞ്ഞത് എനിക്ക് മനസ്സിലായി. ഞാൻ ഈച്ച എവിടെ നിന്ന് വരണമെന്ന് ചോദിച്ചാൽ അത് അപ്പുറത്ത് തോട്ടിന്ന് അല്ലാണ്ട് ഈച്ച എവിടെ വരാ. ഓക്കെ. കൊച്ചി കോർപ്പറേഷനിൽ കളമശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ ഇടയിൽ ഒരു തോടുണ്ട്. അവിടെ അത് ഇറ്റ്സ് ലൈക്ക് 50 meters, 100 less than 100 meters. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ചെയ്യാൻ പറ്റും. ഡെയിലി പെസ്റ്റ് കൺട്രോൾ, ഡെയിലി പെസ്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്നിട്ട് അതിന്റെ 5000 രൂപ വെച്ച് ഡെയിലി ബില്ല് കൊടുക്കാൻ പറ്റും. മാസം 1.5 ലക്ഷം രൂപ. അങ്ങനെ ആരല്ലേ? ആരും ഇത് ആലോചിക്കില്ല. കൊല്ലം 18 ലക്ഷം രൂപ. എന്റെ കയ്യില് വേറെ റോളക്സ് കിടന്നേനെ. ഈ ഐഡിയ ആരും ആലോചിക്കില്ല. വിഷമം ഇടിക്കാര്യത്തിൽ ഈ കാണുന്ന ഓരോ കുട്ടി ഈച്ചയും ആ ഈച്ചയുടെ വില അറിയുക. എൻ്റെ കയ്യിൽ വേറൊരു റോളക്സ് കിടന്നതിനെ ഈച്ചയെ പറ്റിയിട്ട് ഇയാൾ തന്നെ വന്നിരുന്ന് പറഞ്ഞ ഡയലോഗാണ്. അതായത് അവിടെ ഈച്ച ശല്യം ഉണ്ട് എന്നുള്ള രീതിയിൽ. അത് മാത്രമല്ല, കഴിച്ച ആഹാരത്തിൽ നിന്ന് ഈച്ച കിട്ടിയിട്ട് പോലും ഇവിടെ അങ്ങ് ഒന്നും ആയില്ല. ശരിക്കും പറഞ്ഞാൽ ആ ബിരിയാണി കഴിച്ച വ്യക്തി കൊണ്ടുപോയി ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലേ, ഇവൻ്റെയൊക്കെ ഹോട്ടൽ കൂട്ടിയാനെ, ആ ഒരു കഴപ്പൊക്കെ തീർന്നു കിട്ടിയാനെ. ഉള്ള കാര്യങ്ങൾ പറയാമല്ലോ. ഇനി ഇയാൾ കഴിഞ്ഞ ദിവസം ഇട്ട ഒരു വീഡിയോയ്ക്കകത്ത് ഇയാൾ ഒരു കാര്യം പറയുന്നുണ്ട്. ഇവരുടെയാണ് ഏറ്റവും, അതായത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബെസ്റ്റ് റെസ്റ്റോറൻറ്റ് കൺസൾട്ടൻസി ഉണ്ട്. ഞാൻ ആ വീഡിയോ ഇവിടെ കാണിക്കാം. നമസ്കാരം, ഞാൻ മൃണാൾ. ഞാൻ പറഞ്ഞിരുന്നു എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉണ്ടെങ്കിൽ വരൂ. അങ്ങനെ ധാരാളം പേര് വന്നു. അതിൽ രണ്ടാമത്തെ ഇൻ്റർവ്യൂ ആണിത്. UK നിന്നായിരുന്നു MBA എടുത്തത്. കാസർഗോഡ് നിന്നായിരുന്നു എഞ്ചിനീയറിംഗ്. അതെ. അത് കഴിഞ്ഞ് കൺസൾട്ടൻസി സ്റ്റാർട്ട് ചെയ്യുന്നു. അതെ. കൺസൾട്ടൻസി അത്യാവശ്യം തെറ്റില്ലാതെ വൃത്തിക്ക് കൊണ്ടുപോകുന്നു. അത്യാവശ്യം തെറ്റില്ലാതെ വി ആർ ദ നമ്പർ 1 ഇൻ ദ കൺട്രി. അവിടുന്ന് ടു മൈ നോളജ് വി ആർ ദി നമ്പർ 1 ഇൻ ദി കൺട്രി. എന്നാൽ മൃണാളിൻ്റെ ഈ ഊഹോ ഹോസ്പിറ്റാലിറ്റിയിൽ നിന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അങ്ങനെ ഒരു സാധനമേ ഇല്ലെന്നാണ്. അതായത് പെർമനൻ്റ്ലി ക്ലോസ്ഡ് എന്നൊക്കെയാണ് കാണിക്കുന്നത്. ഓക്കെ, അത് മാത്രമല്ല, ഇന്ത്യയിലെ ഏറ്റവും നമ്പർ 1 ആണെങ്കിൽ ഈ പേര് വെച്ച് നമ്മൾ സെർച്ച് ചെയ്യുമ്പം എന്തെങ്കിലും ഒന്ന് കാണത്തില്ലേ?
ഞാൻ എവിടെയും ഒന്നും കണ്ടില്ല. ഇനി സ്വന്തമായിട്ട് വന്നിരുന്ന് തള്ളുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും മൃണാളിനെ പറ്റി ഇത്രയൊക്കെ ഉള്ളൂ. ആ ഒരു ലൈവിനകത്ത് ഒരുപാട് സാധനങ്ങളുണ്ട്. വന്നിരുന്ന് ലിറ്ററലി പുച്ഛിക്കുവാണ്. ഇയാൾ ഇങ്ങനെ ഒരു ക്യാരക്ടറായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇയാളൊക്കെ ലൈഫിൽ എവിടെ ചെന്നെത്തുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ കാണാനും സപ്പോർട്ട് ചെയ്യാനും നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ആൾക്കാരുണ്ട്. അവരോടാണ് എനിക്ക് പറയാനുള്ളത്. നിനക്കൊക്കെ വെറും പട്ടി വിലയാണ് ഇയാൾ തന്നിരിക്കുന്നത്. അത് മനസ്സിലാക്കിയിട്ട് പെരുമാറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളാം. എന്തായാലും ഇത്രയും കാര്യങ്ങളാണ്. എന്തായാലും ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.